എസ് ജാനകിയുടെ ഭൗതികദേഹം രാവിലെ 8:30 മുതൽ മൈസൂരു മഹാരാജ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ളതായിരുന്നു ജാനകി അമ്മയുടെ അന്ത്യാഭിലാഷം. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് മൈസൂരുവിൽ നിന്ന്. ശ്രീധരൻ, കുറേയധികം മനുഷ്യരെ കുറേ വർഷങ്ങളോളം സംഗീതത്തിൽ പിടിച്ചു നിർത്തിയ ശബ്ദമാണ് ഓർമ്മയാകുന്നത്. ആ സ്നേഹം, ആ ആദരമൊക്കെ അർപ്പിക്കാൻ വേണ്ടി വലിയ ആൾക്കൂട്ടമുണ്ടോ അവിടെ? തീർച്ചയായിട്ടും വലിയ ആൾക്കൂട്ടം തന്നെയാണ് എസ് ജാനകി അമ്മയെ അവസാനമായി കാണുന്നതിന് വേണ്ടി മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആളുകളുടെ വലിയ നിര ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഉണ്ട്. നേരത്തെ രാവിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും നിരവധി പേരാണ് അവിടേക്ക് എത്തിക്കൊണ്ട് ഇരുന്നത്. ആ പ്രദേശത്തുള്ള ആളുകൾ അവർക്കെല്ലാം പറയാൻ ഓരോ കഥകൾ, അതായത് എസ് ജാനകി അമ്മയെ നേരിട്ട് പരിചയമുള്ള അനവധി ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ട് ഇരുന്നത്. ഇവിടെയും മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. 8:30 കൂടിയാണ് പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചത്. വൈകിട്ട് വരെ, ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ ഈ പൊതുദർശനം ഇവിടെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയധികം ജനങ്ങൾ ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇതിനു വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മൈസൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ മൈസൂരുവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. എസ് ജാനകിയമ്മയുടെ ആഗ്രഹപ്രകാരമാണ് മൈസൂരുവിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഗായിക KS ചിത്ര ഈ എസ് ജാനകിയമ്മയെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും എന്ന് നിലവിൽ വിവരമുണ്ട്. ഒരുപക്ഷെ അവർ സംസ്കാരം നടക്കുന്ന സമയത്തായിരിക്കും എത്തിച്ചേരുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ എസ് ജാനകിയമ്മയെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ആളുകൾക്കും, അതായത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന ഒരു ആളായിരുന്നു എസ് ജാനകിയമ്മ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വരുന്ന ഓരോ മനുഷ്യരും അത് തന്നെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രാപ്രദേശിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, കേരളത്തിൽ നിന്നുമൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ പല ആളുകൾക്കും എസ് ജാനകിയമ്മയോട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഒരു മാതൃഭാവമാണ് അവരിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ചിരിക്കുന്ന മുഖമല്ലാതെ നമ്മൾ കാണാറില്ല. അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുന്നത്. ഏതായാലും അവർ പാടിയ പാട്ടുകളിലൂടെ അനശ്വരമായി തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 5000-ലധികം പാട്ടുകൾ പാടുക, വിവിധ ഭാഷകളിൽ പാടുക, ആ ഭാഷകളിലൊക്കെ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുക, അവിടുത്തുകാർക്കെല്ലാം ഞങ്ങളുടെ ആളാണ് ജാനകിയമ്മ എന്ന് അഭിമാനപൂർവ്വം പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെയുള്ളത് ഒരു മനുഷ്യായുസ് കൊണ്ട് നേടാവുന്ന ആ ഒരു പ്രത്യേക ഒരു പദവി ഓരോ ജനങ്ങളുടെ ഹൃദയത്തിൽ. മനോഹരമായ ശബ്ദം, ആ സ്വരമാധുര്യം ഇനി നമുക്കൊപ്പമില്ല. ജാനകി അമ്മയ്ക്ക് വിട ചൊല്ലാൻ വേണ്ടി നാടൊരുങ്ങിയിരിക്കുകയാണ്. പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാനകി അമ്മയെ അടുത്തറിഞ്ഞവർ, അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരെ ആരാധിച്ച, അവരെ സ്നേഹിച്ച ആളുകളെല്ലാം അവിടേക്കെത്തി ആ സ്നേഹവും ആദരവും പങ്കുവെക്കുകയാണ്.